താക്കോല് തിരിച്ചു നോക്കുക, അത് അൺലോക്ക് ചെയ്യാൻ പറ്റുമോ നോക്കും. ഇല്ല, സ്റ്റിയറിംഗ് ലോക്ക് എന്നാ ഇതിന്റെ പേര്. താക്കോൽ ഇല്ലാതെ ഇതേ പിടിച്ച് തിരിച്ചാൽ ഇത് ലോക്കാവും. അപ്പൊ ഇത് കണ്ട, ഇത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അനങ്ങും. വേണ്ട, എങ്ങോട്ടാ? ഇങ്ങോട്ട് പിടിക്കും. ഇനി താക്കോലെ തിരിച്ചു നോക്ക്, കണ്ടാ? അപ്പോഴേ അത് തുറക്കാൻ പറ്റുള്ളൂ. ഓക്കെയാണ്. താക്കോല് ഊരിയെടുത്ത് ഓഫ് ചെയ്തിട്ട് താക്കോൽ ഇല്ല ഇതെല്ലാം തിരിച്ചു നോക്കി എങ്ങോട്ടെങ്കിലും തിരിക്കും മോളെ, തിരിക്കും. കണ്ടാ ലോക്കായി. ഓക്കെ, ഇനി തുറക്കണമെങ്കിൽ കണ്ടാ? ഓക്കെയാണ്. മറന്നു പോവാ, ഉറപ്പിച്ചില്ലേ? കൊറേ ലൈറ്റിനകത്ത് തെളിഞ്ഞ കണ്ടാ ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്ന്. തൊട്ടിപ്പുറത്ത് കാണുന്ന പവർ സ്റ്റിയറിംഗിന്റെ വാണിംഗ് ലൈറ്റ്. ഈ വണ്ടിക്ക് പവർ സ്റ്റിയറിംഗ് ആണ്. അതെന്താണെന്നറിയാലോ, വെയിറ്റ് ഇല്ലാതെ. ഇപ്പൊ കണ്ട, ഭാരം എടുത്തല്ലേ തിരിച്ചത്. വണ്ടി സ്മൂത്ത് ആയിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ, ഭാരമില്ലാതെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് തിരിക്കാൻ പറ്റും. അതാണ് പവർ സ്റ്റിയറിംഗ്. ആ സംവിധാനത്തിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഈ ലൈറ്റ് തെളിയും. ഇത് തെളിഞ്ഞ അതിനർത്ഥം പവർ സ്റ്റിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടിക്ക് എന്തോ എറർ ഉണ്ടെന്നാണ്. ഓക്കെയാണ്. ഇത് ഇവിടെ ഒരു CU വെച്ച് എഴുതിയിരിക്കുന്ന ഒരു മീറ്റർ കണ്ട, അത് എപ്പോഴും ആ സിയുടെ സൈഡിലായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ നടുക്കായിരിക്കും നിൽക്കുന്നത്. അത് Hനടുത്തേക്ക് നീങ്ങിയാൽ അതിനർത്ഥം ഈ വണ്ടി ഓവർ ഹീറ്റ് ആണെന്ന്, എഞ്ചിൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, വണ്ടി ഉപയോഗിക്കരുതെന്നാണ് അതിനർത്ഥം. H എന്ന് പറഞ്ഞാൽ ഹോട്ട് എന്നാണ് അർത്ഥം, C എന്ന് പറഞ്ഞാൽ കൂൾ എന്നാണ് അർത്ഥം. ഡോർ ഓപ്പൺ ആണെന്ന് കാണിക്കാനാണ് ഈ ലൈറ്റ്. ഇത് പ്ലസും മൈനസും ചെയ്തിരിക്കുന്ന കണ്ട ബാറ്ററിയുടെ വാണിംഗ് ലൈറ്റ്. ബാറ്ററിയിൽ നിന്ന് ചാർജ് നഷ്ടപ്പെടുകയാണെന്നാണ് ആ ലൈറ്റ് തെളിഞ്ഞ അർത്ഥം. അല്ല, ഇപ്പൊ ഈ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടായി കിടക്കുമ്പോൾ ആ ലൈറ്റ് തെളിഞ്ഞാൽ അതിനർത്ഥം ഈ വണ്ടിയുടെ ബാറ്ററി എഫിഷ്യന്റ് അല്ല. വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന എവിടെയെങ്കിലും നമ്മൾ നിർത്തിയാൽ ചിലപ്പോൾ സ്റ്റാർട്ടായില്ല എന്ന് വരും. അതായത് ബാറ്ററി ആയിട്ട് ബന്ധപ്പെട്ട് വണ്ടിക്ക് തകരാറുണ്ടെന്ന് അർത്ഥം. ഓക്കെയാണ്. സ്റ്റാർട്ടാകുമ്പോൾ കിടന്നു ആ ലൈറ്റ്. ഇതും സ്റ്റാർട്ടാകുമ്പോൾ കിടന്നു. പിടികിട്ടിയ അതിന്റെ മേളിൽ ഇത് ഇവിടെ കണ്ട ഒരു ഡ്രോപ്പ് വീഴുന്ന പോലെ ഒരു ചുവന്ന ലൈറ്റ്, എഞ്ചിൻ ഓയിലിന്റെ വാണിംഗ് ലൈറ്റ്. എഞ്ചിൻ ഓയിൽ എന്താണെന്നറിയാമല്ലോ, എഞ്ചിൻ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൂബ്രിക്കൻ്റ് ആണത്. അത് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ മാറ്റി കൊടുക്കണം. അതിനാ സർവീസിന് കൊടുക്കുന്നത് വണ്ടി. ഓക്കെയാണ്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ലൈറ്റ് തെളിഞ്ഞാൽ അതിനർത്ഥം ഈ വണ്ടിയുടെ ആവശ്യത്തിന് ഉള്ള എഞ്ചിൻ ഓയിൽ അതിലില്ല, അല്ലെങ്കിൽ ഉള്ള ഓയിൽ ഡാമേജ് ആയിരിക്കാം. എഞ്ചിൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടിക്ക് തകരാറുണ്ടെന്നർത്ഥം. ഓക്കെയാണ്. അതിന്റെ തൊട്ട് താഴത്തെ ഒരു ലൈറ്റ് കണ്ട, ചെക്ക് എഞ്ചിൻ ലൈറ്റ് എന്ന് പറയും, ഒരു മഞ്ഞ കളറിൽ. അതായത് വണ്ടിയുടെ എഞ്ചിൻ സൈഡിൽ ടെക്നിക്കലായിട്ട് എന്തോ എറർ ഉണ്ടെന്നർത്ഥം, സെൻസറുകൾക്കോ അങ്ങനെ എന്തോ തകരാറുണ്ടെന്നർത്ഥം. എഞ്ചിൻ സൈഡ് ചെക്ക് ചെയ്യണമെന്നർത്ഥം, ചെക്ക് എഞ്ചിൻ. ഓക്കെയാണ്. ഇത് ഈ ലൈറ്റുകളെല്ലാം വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ കെട്ടുപോകണം. കെട്ടില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടിക്ക് തകരാറുണ്ടെന്നർത്ഥം. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ വെറുതെ കെട്ടില്ലേ, അത് ഡോറ് തുറന്ന് കിടക്കുന്നു. മറ്റത് ഹാൻഡ് ബ്രേക്ക് ഓൺ ആണ്, അതല്ലാതെല്ലാം കെട്ടു.